ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഐക്യയിലുള്ള ഒരു വിസിറ്റാണ്. സോ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ഐക്യയിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഐക്യ എന്തായാലും ഇവിടുത്തെ കാണിച്ചു തരാം. നമ്മൾ നാട്ടിലത്തെ ഐക്യ, ബാംഗ്ലൂർ ഐക്യ, ഹൈദരാബാദ് ഐക്യൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മോൺട്രിയലുള്ള ഐക്യ ഞാനൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഐക്യയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയുണ്ട്. ഇവിടെ നിന്ന് അടുത്താണ്, 12 മിനിറ്റ്സിലെത്തും. അപ്പോൾ നമുക്കിനി അവിടെ ഐക്യ എത്തിയിട്ട് കാണാം. എത്തി. ഇവിടെ എന്ന് വന്നാലും ഇവിടെ തിരക്കാണ്. ഇവിടെ എന്താ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് തോന്നുന്നു. ഒന്ന് കയറി ഇറങ്ങി കയ്യിൽ നല്ല കാശ് പോവുകയും ചെയ്യും. പക്ഷെ നല്ല റഷ് ഉണ്ട്. പാർക്കിംഗ് ഓൾമോസ്റ്റ് ഫില്ലാണ്. മണി 11 ആയിട്ടുള്ളൂ. ഒരു ഞായറാഴ്ച രാവിലെ 11 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഓടിച്ചാടി ഐക്യയിലേക്കാണ് അവിടെ വരുന്നതെന്ന് മനസ്സിലായി. എന്താണ് അവിടെ അത്രയും ഫ്രീ ആയി കൊടുക്കണേ നമുക്ക് നോക്കിയാൽ. മേ ബി ക്രിസ്മസിൻ്റെ കുറേ സെയിലുണ്ട് അവർക്ക്, അതുകൊണ്ടായിരിക്കും, അറിയില്ല. ഞങ്ങൾ ലാസ്റ്റ് വന്നത് മൂവിങ് ഡേറ്റിൻ്റെ ടൈമിലായിരുന്നു. അന്ന് ഇതുപോലെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ വണ്ടികളും അങ്ങോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും പോയിട്ടകത്ത് നോക്കാം. അകത്തേക്ക് കയറി. ഞാൻ അകത്ത് കയറിയതും ആദ്യം തന്നെ ഓടിയത് മറ്റേ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സ്ഥലത്താണ്. കാരണം ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങാനാണ് വന്നത്. അത് നോക്കിയപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു തുടങ്ങിയായിരുന്നു. 8 എന്തോ ബാക്കിയുണ്ടെന്ന് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ഈ പറയുന്ന പ്ലേറ്റ്സോ ഡെക്കോറോ എടുത്ത സമയം കളയാൻ ഇല്ല എന്നുള്ള രീതിയിൽ നേരൊരു ഓട്ടോ ആയിരുന്നു ട്രോളിയും കൊണ്ട്. സോ ഫസ്റ്റ് തന്നെ പോയിട്ട് ഞാൻ എൻ്റെ ട്രീ ഒരെണ്ണം എടുത്തു പിടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല. പിന്നെ ഇതേ നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പപ്പാനീനെ കണ്ടു. $8 പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തു ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. പിന്നെ അവിടെ കുറേ ഈ പറയുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കുമായിരുന്നു. പിന്നെ വേറെയും കുറേ ഇങ്ങനെ തൂങ്ങി ഇടാൻ പറ്റുന്ന ക്യാപ്പുകൾ, പിന്നെ നമ്മുടെ ഡെക്കറേഷൻ്റെ ട്രീൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന കുറേ സംഭവങ്ങളാണ്. അതാണിത് ഓരോന്നും. അപ്പം അതെല്ലാം ഞാനിങ്ങനെ കണ്ടു. ക്രിസ്മസ് റീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പപ്പാനി നമ്മൾ എടുത്തു. ഈ പപ്പാനിനെയല്ലാട്ടോ ഞാൻ ആദ്യം കണ്ട പപ്പാനിനെ എടുത്തു. ഇത് സോഫ്റ്റ് ടോയ് പോലത്തെ പപ്പാനിയായിരുന്നു. പിന്നെ ഞാൻ ഇതിനെടുത്തില്ല, മറ്റേതെടുത്തു. പിന്നെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം ക്രിസ്മസ് തീമിൽ കുറേ പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മളൊന്നും എടുത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ട്രീ. ഞാനെടുത്തത് 180 സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു. നല്ല ഓഫറായിരുന്നു. എനിക്ക് $24 കിട്ടി. നല്ലൊരു ഓഫറാണ്. ആക്ച്വൽ പ്രൈസ് വാസ് $89. പിന്നെ കുറേ സെൻറ്റഡ് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. $3 $4 റേഞ്ചിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നല്ലൊരു ക്രാൻബെറിയുടെ സ്മെല്ലുള്ള നല്ല അടിപൊളി സെൻറ്റഡ് ക്യാൻഡിൽ ഒരെണ്ണം ഞാൻ വാങ്ങി. ഇതിൻ്റെയൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. പല സ്മെല്ല്, പല ഫ്രാഗ്രൻസസിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ മറ്റേ ടേബിൾ ക്ലോത്ത്സ് എല്ലാം കുറേ കണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വലിയ ആവശ്യമില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം വാങ്ങിയത് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് എടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഈ താഴെ വിരിക്കുന്ന സംഭവങ്ങൾ അത് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ ബോർഡ് വേണമായിരുന്നു. അപ്പോൾ ഞാനും അതെടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടെ ഐക്യയിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് തപ്പണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്യാം നമുക്ക്. എന്നിട്ട് സെൽഫ് പിക്കിംഗ് ഏരിയയിൽ എവിടെയാണ് ഇരിക്കണതെന്നുള്ള ഷെൽഫുകൾ നോക്കാം. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒറിജിനൽ പ്ലാന്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്ലാന്റ്സ് ഈ വട്ടം എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ട ഐറ്റം ഏത് ഇതിലാണെന്ന് നമ്മൾ നോക്കി. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ ടെംപ്റ്റ് ചെയ്യാനായിട്ട് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒറിജിനലാണോ എന്നൊക്കെ തൊട്ട് നോക്കി. നല്ല പ്ലാന്റ്സ് ആയിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം എനിക്ക് പ്ലാന്റ്സ് എപ്പോൾ എടുത്താലും പ്രോപ്പറായി നോക്കാറില്ല. അപ്പം ഞാൻ വെറുതെ കൊണ്ടുപോയി കളയണ്ടല്ലോ എന്ന് വെച്ചു. പിന്നെ വീണ്ടും കുഞ്ഞി ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. സെൻറ്റഡും ഉണ്ട്, സെൻറ്റഡ് അല്ലാത്ത ക്യാൻഡിൽസും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഐക്യയുടെ അകത്ത് കയറി എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. നമ്മളിങ്ങനെ ഈ വണ്ടിയും തള്ളി നടത്തുന്നിടത്ത് ഒരു വഴിയാകും. അതും നമ്മളിതെല്ലാം കാണിച്ചിട്ടേ ചെക്കൗട്ടിനടുത്ത് എത്തിക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ബൈ ഡിഫോൾട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും. അപ്പം ഞാനിങ്ങനെ ഓരോ ക്യാൻഡിൽസും സ്മെല്ല് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മറ്റേ എന്താ പറയുക ഫോട്ടോ ഫ്രെയിംസ് മറ്റേ പിക്ചേഴ്സൊക്കെ ഇല്ലേ, നമ്മുടെ പെയിൻറ്റിങ്സൊക്കെ ഉള്ള ഒരു ഏരിയ എത്തി. പെയിൻറ്റിങ്സ് ആക്ച്വലി ഞങ്ങൾക്ക് 1-2 ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ചിലതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ട്രാവൽ തീമുള്ള ഒരെണ്ണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതാ തോന്നുന്നു ഈ റോഡിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. പക്ഷേ അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അത് ഇത്രയും കൊടുത്തെടുക്കണോ. പിന്നെ മൊണാലിസയുടെയൊക്കെ ഡയഗ്രാം വരയ്ക്കണ്ടായിരുന്നു. ഇത് എന്തായാലും ഇത് എടുക്കണം എന്ന് എനിക്ക് പറഞ്ഞിരിക്കും. ഞാൻ ഇത് എടുത്ത് കൊണ്ട് എവിടെ വെക്കാനാണ് എന്നായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. നമുക്ക് ഹോളിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഡയലോഗുകൾ ഞങ്ങൾ അടിച്ചെങ്കിലും അതിൻ്റെ വില കണ്ടപ്പോൾ നമ്മൾ
അതവിടെ എല്ലാം താഴെ വെച്ചു. പിന്നെ എനിക്ക് ഫ്രെയിം എടുക്കാനുണ്ടായിരുന്നു, കുഞ്ഞുവിൻ്റെ ഫോട്ടോ ഒരെണ്ണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ഒരു ഫ്രെയിം സെലക്ട് ചെയ്യായിരുന്നു. ഓൾറെഡി നമ്മൾ കുറേ ഫോട്ടോ ഫ്രെയിംസ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ അവൻ്റെ ഒരു വലിയ പിക്കും കൂടെ വെക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അതിനുള്ള സൈസൊക്കെ നോക്കി. പലതരം പല റേഞ്ചിലും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടിക്കാനായിട്ട് ഡബിൾ സൈഡഡ് സെല്ലോ ടേപ്പൊക്കെ വരുന്ന സംഭവമാണ്, അതെല്ലാം എടുത്തു. പിന്നെ ഞങ്ങൾ പോയ സെക്ഷൻ എന്ന് പറയുന്നത് മറ്റേ കാർപ്പറ്റ്സിൻ്റെ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിലെടുത്തിട്ടുണ്ടെന്നാലും എനിക്കിങ്ങനെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിൻ്റെയും വില നോക്കി നല്ല പ്രിൻ്റുകളും കുറേ ക്രിസ്മസ് തീമിലുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു ആനിമൽ ഫറ് പോലത്തെ. അപ്പോൾ അത് ഒരെണ്ണം എടുത്താലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതിന് റേറ്റ് കണ്ടപ്പോൾ വീണ്ടും നമ്മൾ അതവിടെ താഴെ വെച്ചു. അപ്പോൾ ഞാൻ പറയുന്നതിന് അതിന് ചെറിയ റേറ്റ് $40 അതിൻ്റെ ചെറുത് കിട്ടും. പിന്നെ ഞാൻ നോക്കി ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ആകെയുള്ളതൊരു കുഞ്ഞു വീട്, അതിനകത്ത് ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് എപ്പോൾ യൂസ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പിന്നെ ഈ ലൈറ്റ്സിൻ്റെ ഏരിയ പോയിട്ട് ഈ ബ്ലൂ ലൈറ്റ്സ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, സിറിയുടെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലത്തെ ലൈറ്റ്സ്. നല്ല നല്ല ലാമ്പുകൾ ഇങ്ങനത്തെ ഉണ്ട്, ബെഡ്റൂമിലൊക്കെ വയ്ക്കും. കുട്ടികളുടെ റൂമിൽ വയ്ക്കാൻ പറ്റിയ പ്രത്യേകിച്ച് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ആക്ച്വൽ ഒരു സ്പോട്ട് ലൈറ്റ് പോലെ തന്നെ എടുക്കാനുണ്ടായിരുന്നു. നമ്മളത് എടുത്തു. പക്ഷേ പോകുന്ന വഴിക്ക് ഈ ലാൻറ്റേൺസ് എല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ എല്ലാം എടുത്തങ്ങ് തൂക്കിയിടാൻ തോന്നും. പക്ഷേ വില കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് നമ്മൾ എടുക്കേണ്ട ഐറ്റം അല്ല എന്ന്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഓടിച്ച് നോക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ലാമ്പല്ല കേട്ടോ എടുത്തത്. ഞങ്ങളെടുത്തത് ഒരു പിന്നെ സ്പോട്ട് ലൈറ്റ് പോലെ നമുക്ക് ബെഡ്റൂമിലൊക്കെ അല്ല നമ്മുടെ ഹാളിലൊക്കെ ഇങ്ങനെ നമുക്ക് വെക്കാം, ഡിം ലൈറ്റായിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തു. പക്ഷെ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് ലൈറ്റ്സിൻ്റെ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി എടുത്തു. പിന്നെ ഓർഗനൈസേഴ്സ് വേണമെന്ന് പറയണം. അപ്പം അത് നോക്കുമായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഇതല്ലായിരുന്നു, നമുക്കൊരു കുഞ്ഞി ബോക്സാണ് വേണ്ടത്. അപ്പോൾ നമ്മളതെന്തായാലും നമ്മുടെ കാർട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് ഈ സെക്ഷനിൽ നിന്നില്ല. പിന്നെ നമ്മളുടെ ടവൽസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, കിച്ചൺ ടവൽസ്, ബാത്ത് ടവൽസ്. ഞാൻ ഓൾറെഡി വാങ്ങിയ ബാത്ത് ടവൽസൊക്കെ ഇവിടെ നിന്നാണ്. കിച്ചൺ ടവൽസൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി കഴിഞ്ഞായിട്ട് മൂവിങ് ടൈമിൽ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചവിട്ടി വേണമെങ്കിൽ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പാത്രങ്ങളുടെ അവിടെ പോയി എനിക്കൊരു ചീനച്ചട്ടി വേണമായിരുന്നു ആക്ച്വലി, നമ്മളിങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ എടുക്കാൻ. പക്ഷെ ഞാൻ തപ്പി നിന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ആ ഒരു ടൈപ്പ് മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഈ ഒരു ചീനച്ചട്ടി. അത് കുറേ നോക്കി, ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അവിടെ കണ്ടില്ല. പിന്നെ കുറേ സ്റ്റോറേജ് ബോക്സസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന് അത്യാവശ്യമില്ലായിരുന്നു ഈ വട്ടം. കാരണം ഞാൻ കണ്ടമാനം സ്റ്റോറേജ് ബോക്സസ് കഴിഞ്ഞ വട്ടം വാങ്ങിയതാണ്. അപ്പം ഞാൻ ഈ ഒരു ഇതിലൊരു ചായപാത്രം എടുത്തിട്ട് അതിനെ ഈ ചീനച്ചട്ടിയൊക്കെ യൂസ് ചെയ്താലോ എന്ന് വെച്ചു. കാരണം എനിക്ക് അധികം എണ്ണ ഒഴിക്കാത്ത, എന്നാൽ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചീനച്ചട്ടി, അപ്പോൾ ആ ഒരു സെറ്റപ്പായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അത് മാത്രം കിട്ടിയില്ല നയിക്കിയ പോയിട്ട്. ബാക്കിയെല്ലാം നമ്മളെടുത്തു. വെറൈറ്റീസ് ഓഫ് പാത്രങ്ങളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ടായിരുന്നു, പലതരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബില്ല് ചെയ്തതാണ് ഈ കാണുന്നത്. 1-2 ഐറ്റം എടുക്കാൻ പോയിട്ട് അവസാനം ഒരു $250 പിടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനി ഞാൻ പോവാത്ത ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ബെഡിൻ്റെ ഏരിയ, അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ 4:30 ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശന്നു. സോ ഞങ്ങളവിടെ താഴെ ഫുഡ് കോർട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ ഫുഡ് കോർട്ടിലെല്ലാം പോയ പകരം സ്നാക്ക് കൗണ്ടറിൽ പോയിട്ട് കുറച്ച് ഹോട്ട് ഡോഗും കോഫിയൊക്കെ കുടിച്ചു. എന്ന് നമ്മളങ്ങനെ അയക്കയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ വാങ്ങിയ ഐറ്റംസ് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഞാൻ എന്തായാലും ട്രീൻ്റെ വ്ളോഗ് ചെയ്യാം. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ അയക്കിയ വ്ളോഗ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു. ചാനൽ എന്തായാലും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.